നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ 6 മാസത്തെ അവധി അപേക്ഷ അംഗീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ. മേയറുടെ കാസ്റ്റിംഗ് വോട്ടും സ്വതന്ത്ര കൗൺസിലർ സുധീഷിന്റെ വോട്ടും ഉൾപ്പെടെ 51 വോട്ടിന് സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ പാസാക്കി. പ്രതിഷേധവുമായി LDF-ഉം UDF-ഉം മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട LDF വീണ്ടും ഹൈക്കോടതിയിൽ. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ. ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും കേരളം ഇതുവരെ സ്കൂളുകളുടെ പട്ടിക നൽകിയില്ലെന്ന PV അബ്ദുൽ വഹാബ് MP-യുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരിയുടെ മറുപടി. പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മലക്കം മുറിച്ചിലുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. UDF-ൽ ചർച്ച നടന്നിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിമർശനവുമായി CPM. മുത്തങ്ങയിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ 2ാം പ്രതി അശോകൻ മാത്രം കുറ്റക്കാരൻ. മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. ഗീതാനന്ദൻ ഉൾപ്പെടെ 56 പ്രതികളും കുറ്റവിമുക്തർ. പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ സലാം വധക്കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും. വിധി പറഞ്ഞത് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വിധി നിരാശാജനകമെന്ന് വിനോദിന്റെ കുടുംബം അപ്പീൽ നൽകും. നീറ്റ് പ്രതിഷേധ കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്ത്. പുനർജനിയിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് MV ഗോവിന്ദൻ സംസാരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തെളിവുണ്ടാക്കണോ എന്നും ചെന്നിത്തല. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതോടെ അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകും. 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറുകളായി പരിഗണിക്കും. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപത്തിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ക്ലീൻ സിറ്റി എവിടെയെന്ന് ചോദ്യം. ഫുട്പാത്തിലൂടെ നടന്നാൽ കുഴിയിൽ വീഴുന്ന അവസ്ഥയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. പാതയോരത്തെ ഫ്ലക്സുകളിലും കോടതിക്ക് അതൃപ്തി. ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. ശബരിമലയിൽ വിതരണം ചെയ്ത മിൽമ നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കും. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ നിർദ്ദേശം. മിൽമ നെയ് ശബരിമലയിൽ വേണ്ടെന്ന് തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ഗാസയിൽ ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള സമാധാന പദ്ധതിക്ക് ഹമാസ് സമ്മതിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരായുധീകരണം പൂർത്തിയായാൽ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ വെളിപ്പെടുത്തൽ. കെയ്റോയിൽ നടന്ന ചർച്ചയിലാണ് ധാരണ. നവജാത ശിശു വിൽപ്പന കേസിലെ പ്രതികൾ പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ അമൃത TVക്ക്. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന പ്രതികളുടെ ചോദ്യവും 2 ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നതും അടക്കം ചാറ്റിലുണ്ട്. യുവതിയോട് പ്രതികൾ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ചാറ്റിൽ വ്യക്തം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.